കൈ അനക്കരുത് കേട്ടോ, കൈ അനക്കരുത്. അമ്മച്ചി കൈ അനക്കല്ലേ അമ്മച്ചി. പറയണ്ട അമ്മച്ചി, ഞാൻ കുത്തിയില്ലല്ലോ, കുത്താൻ മോണതല്ലുണ്ട്. ഈ ഞരമ്പെന്നൊക്കെ പറയുമ്പോ ഈ നല്ല പുഴയുണ്ടല്ലോ, വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ഈ ഞരമ്പൊന്നും കാണാത്തത്. ഞാനിത് സൂചി കുത്താൻ വന്നതാണ്. ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. വെള്ളം ഈസ് ദ മസ്റ്റ് ബെസ്റ്റ്. പിടിച്ചോടാ ഇരിക്കെ. സൂചിയല്ല, ക്ലാസ് പറ്റിക്കാൻ വെച്ചിരുന്നതാ. വെള്ളം വേണം, വെള്ളം കുടിക്കണം ദേവിയത്. വർഗീസാണോ? മോന്റെ പേര് രാജു, 32 വയസ്സ്, വൈസ് സ്റ്റാൻഡേർഡ് കൂടെ നിൽക്കുന്നയാള്. വീട് വന്നിട്ട് വർഗീസ് ഭവൻ, പേരുക്കട, മണ്ണത്തല PO ആണോ? ഓക്കെ, ഞാനിത് സൂചി കുത്താൻ വന്നതാണ്. പറയണ്ട അമ്മച്ചി, ഞാൻ കുത്തിയില്ലല്ലോ, കുത്താൻ മോണതല്ലുണ്ട്. ഇത് വന്നിട്ട് അമ്മച്ചി പേടിക്കൊന്നും വേണ്ട. നമ്മള് ഡോക്ടർ ഒരുപാട് മരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ അപ്പഴപ്പം വന്നിട്ട് കുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂചി ഇട്ടിട്ട് നമ്മൾ ആ സൂചിക്കകത്തൂടെയാണ് നമ്മൾ ഇനി അടുത്ത മരുന്ന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴേ അമ്മച്ചി കരയാണ്, ഞാൻ കുത്തിയിട്ട് കരയാൻ സമയം തരാം. അപ്പൊ ഇതാണ് നമ്മൾ കുത്താൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അമ്മച്ചി പേടിക്കണ്ട കേട്ടോ, ഞാൻ പയ്യെ കുത്തത്തുള്ളൂ. അപ്പൊ ഇത് വന്നിട്ട് അമ്മച്ചി വിചാരിക്കുന്നത് സൂചിയാണെന്ന്, പക്ഷെ ഇത് സൂചിയല്ല. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ആണ്. സൂചി നമ്മൾ കുത്തിയിട്ട് ഊരിയെടുക്കും. അപ്പൊ ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ അത് അമ്മച്ചി അതിനകത്ത് സൂചിയാണെന്ന് വിചാരിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. സൂചിയല്ല, പ്ലാസ്റ്റിക് പറ്റിക്കാൻ വെച്ചിരുന്നതാ. ഓക്കെ, ഇത് നമ്മളിപ്പോ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ 72 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വന്ന് ഊരും. അങ്ങനെ അധികം വെച്ചിരുന്നാൽ അതും പ്രശ്നമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അധികം നേരം അങ്ങനെ സൂചി ഇതിനകത്ത് വെച്ചിരിക്കാനും പറ്റത്തില്ല. അപ്പൊ 72 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഊരും, വീണ്ടും കുത്തും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കുത്താം. അപ്പൊ അമ്മച്ചി കൈ ഇങ്ങോട്ട് കാണിക്കണേ. ഞാൻ ഇതൊന്ന് കെട്ടിയിട്ട് ഞരമ്പൊക്കെ ഉണ്ടാവും നോക്കട്ടെ. അയ്യോ, ഇത് എന്തിനു കൈ അമ്മച്ചി? ഇതില് ഞരമ്പൊന്നും ഞാനിതിൽ എവിടെ കുത്തും? വെള്ളം ഒന്ന് കുടിക്കാറില്ല അമ്മച്ചി. ഈ ഞരമ്പെന്നൊക്കെ പറയുമ്പോ ഈ നല്ല പുഴയുണ്ടല്ലോ, നല്ല ഒഴുക്കുള്ള പുഴ കണക്കിരിക്കണം. അമ്മച്ചിയുടെ ഞരമ്പെല്ലാം ഒരുമാതിരി വേനൽ സമയത്തെ കൈത്തോട് കണക്കാണ് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാ? വെള്ളം കുടിക്കാത്തോണ്ടാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മളെ ഞരമ്പൊന്നും ഇങ്ങനത്തെ അവസ്ഥയിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാനൊരു ചെറിയൊരു സൂചി വെച്ച് നോക്കാം. നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. എന്തായാലും വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ഈ ഞരമ്പൊന്നും കാണാത്തത്. അപ്പൊ അമ്മച്ചി കയ്യെ കൂടിയിട്ട് അനക്കരുത് കേട്ടോ. ആകെ എങ്ങനെയെങ്കിലും ആറ്റിപ്പറക്കി കിട്ടിയ ഞരമ്പാണ്. ഈ ഞരമ്പ് കൂടെ പോയി കഴിഞ്ഞ് പിന്നെ അമ്മച്ചിലെ കുത്തൻ ഞരമ്പില്ല. അപ്പൊ വെള്ളം ശരിക്കും കുടിക്കണം കേട്ടോ. എന്തായാലും നമുക്കൊരു ചെറിയ സൂചി ഇട്ട് നോക്കാം. ഇടട്ടെ സൂചി? കുത്താൻ പോവേണേ അമ്മച്ചി, കുത്താൻ പോവേണേ. അനക്കല്ലേ കേട്ടോ, നല്ല അമ്മച്ചിയല്ലേ. ഒന്ന് കയ്യിൽ പിടിച്ചോടാ, ഒന്ന് കയ്യിൽ പിടിക്കാനായിട്ട് വന്ന്. ശരി, പിടിക്കും. അമ്മച്ചി ഞാൻ കുത്താൻ പോവേണേ, അനക്കല്ലേ കേട്ടാ. കുത്തട്ടെ അമ്മച്ചി, കൈ അനക്കല്ലേ അമ്മച്ചി. കൈ അനക്കാൻ പോവോ? എന്റെ കയ്യിലും കൂടെ കേൾക്കുള്ളൂ ഞരമ്പ്. ഞരമ്പ് പൊത്തുപോകും. ഒന്നാമതേ ഞാൻ നേരത്തെ പറഞ്ഞു, ചെറുതോട് പോലത്തെ ഉള്ള ഞരമ്പാണ്. വേനൽ സമയത്ത് വെള്ളം ഒഴുകും പോലെയാണ് ഞരമ്പിൽ കൂടെ രക്തം ഒഴുകണമെന്ന് ഞാൻ പറഞ്ഞ അമ്മച്ചിരിക്കും നേരത്തെ. ഈ കയ്യിൽ കൂടെ അനക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എവിടെ ഇട്ട് കുത്തും? കൈ അനക്കരുത് കേട്ടോ, കൈ അനക്കരുത്. ഇതൊന്ന് കുത്തിക്കോട്ടെ, കൈ അനക്കരുത്. കൈ അനക്കരുത് അമ്മച്ചി. പിടിച്ചോടാ ഇരിക്കെ. അയ്യോ അനങ്ങനെ പോയി. ഇതാണ് പറഞ്ഞ അമ്മച്ചി, കൈ അനക്കല്ലേന്ന്. ആ കിട്ടിയ ആറ്റുനോറ്റ് കിട്ടിയ ഞരമ്പ് തെന്നി പോയി അമ്മച്ചി. അമ്മച്ചി വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. വെള്ളം ഈസ് ദ മസ്റ്റ് ബെസ്റ്റ്. വെള്ളം വേണം, വെള്ളം കുടിക്കണം ദേവിയത്. ഇതിപ്പോ ഒരെണ്ണം പോയി ഞാനിപ്പോ സ്റ്റിക്കർ ഒട്ടിച്ച് തരാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഈ ഉള്ള ഞരമ്പ് കൂടെ പോയി. ഇനിയിപ്പോ ഇതിലിട്ട് ഒന്ന് ചെമ്മീൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എനിക്കറിയത്തില്ല ഇനി ഇതിലെന്ത് ചെയ്യണോ. അമ്മച്ചക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു കൈ അനക്കരുത് എന്ന്. പേടിക്കണ്ട, ഒരു കുത്തല്ലേ കുത്തുന്നുള്ളൂ. ഞാൻ അവരൊക്കെ വന്ന കുറെ കുത്തു എത്ര കുത്തുന്നു എനിക്കറിയില്ല. ഇനിയിപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തേക്ക് അമ്മച്ചി
സൂചി നല്ലപോലെ വെള്ളം കുടിക്കണം, നിറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാലേ നമുക്ക് ഞരമ്പൊക്കെ പടപടാന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ നിറച്ച് വെള്ളം കുടിച്ചിട്ടിരിക്കുമ്പോഴത്തേന് ഞാൻ അടുത്ത കുത്താനായിട്ട് വരാം. അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം കേട്ടോ. അപ്പോഴത്തേനും ഇടുക്കിയായിട്ട് വെള്ളം നിറച്ച് കുടിച്ചിരിക്കണം കേട്ടോ. ശരിയാണ്.